ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു ക്രിസ്മസിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ക്രിസ്മസിന് 2 ദിവസം മുമ്പ് തന്നെ ഞങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മോളാണ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തത്. അവൾക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളാണ് പുൽക്കൂട് വെച്ചതും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണിയിലാണ് അവൾ. അപ്പോൾ എനിക്കാണെങ്കിൽ കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനും തിരക്കിലായിരുന്നു. അപ്പോൾ എൻ്റെ മോളും മോനും കൂടിയിട്ടാണ് ഈ വീഡിയോ എടുക്കലും പുൽക്കൂട് സെറ്റ് ചെയ്യലൊക്കെ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അവർ തന്നെയാണ് ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും ചെയ്തത് കേട്ടോ. ഡെക്കറേഷൻസ് ആണെങ്കിലും പുൽക്കൂടിൻ്റെ സ്ഥലം കണ്ടുപിടിച്ച് അത് സെറ്റ് ചെയ്യുകയാണെങ്കിലും ഒക്കെ അവർ തന്നെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, മോൾക്കൊക്കെ ആണെങ്കിൽ ക്രാഫ്റ്റിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനൊക്കെ. അപ്പോൾ അവൾ തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മുൻകൈ എടുത്തത്. അതിനുശേഷം 24-ാം തീയതി വൈകിട്ടാണ് പിന്നെ ഇങ്ങനത്തെ ഡെക്കറേഷനുകളൊക്കെ ചെയ്തു തുടങ്ങിയത് കേട്ടോ. രൂപങ്ങളൊക്കെ വെച്ച് പുൽക്കൂട് എല്ലാ ഡെക്കറേഷൻസും ചെയ്തത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 25-ാം തീയതി പുലർച്ചെ കുർബാന കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉണ്ണീശോനെ പുൽക്കൂട്ടിൽ വയ്ക്കുക. അപ്പം നമ്മൾ അതിന് ശേഷം അടുത്ത വീഡിയോ ആണിത് കേട്ടോ. അപ്പം നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് പുൽക്കൂടൊക്കെ റെഡിയാക്കി നല്ല അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ബലൂണൊക്കെ വീർപ്പിച്ച് ഒക്കെ പിള്ളേരെ ഐഡിയ പ്രകാരം ചെയ്തതാണ് കേട്ടോ. എനിക്കൊന്നും ആ ഭാഗത്തേക്ക് വരാൻ നേരം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഈ 24-ാം തീയതി തലേദിവസം എടുത്ത ഫോട്ടോസാണ്. അപ്പോൾ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് ക്രിസ്മസിൻ്റെ തിക്കും തിരക്കും കേക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസിൻ്റെ തലേദിവസം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഫീല് ഭയങ്കര രസമാണ്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റുകളും മാല ബൾബുകളൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ വീടുകളിലും ഓരോ തരം ലൈറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കരോളും പിന്നെ കുറേ പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മോള് പാട്ട് കേട്ടപ്പോഴുള്ള ഡാൻസാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ടൗണിലേക്ക് വരികയാണ്. അപ്പോൾ കുരിയച്ചിറയിൽ ഭയങ്കര ആഘോഷമാണ് കേട്ടോ. അപ്പോൾ അവിടെ യൂണിറ്റ് റോഡിൽ എല്ലാ കൊല്ലവും നല്ല ആഘോഷങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഓരോ വീടുകളിലും ഇതേപോലെ നല്ലോണം മാല ബൾബുകളും അവരുടേതായ കുറേ ആഘോഷങ്ങളാണ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റോഡൊക്കെ ആണെങ്കിൽ ഭയങ്കര ബ്ലോക്കാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡ് ക്രോസ് ചെയ്ത് കിടക്കാനൊക്കെ. അപ്പോൾ ഞങ്ങളിതാ പതുക്കെ അതിൽ കൂടെ വന്നേക്കാണ്. അപ്പോൾ ഓരോ ടേബിളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടേബിളിലത്തെ ചേട്ടൻ എൻ്റെ മോൾക്ക് ഇതാ മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ വേറെ കുറേ അടിപൊളി സാധനങ്ങളാണ് ഇതാ പിന്നാലെ വരുന്നത് കേട്ടോ. ഓരോ രൂപങ്ങളൊക്കെ ആയിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കാണാൻ. അപ്പോൾ ഇതൊക്കെ കാണാത്തവരാണെങ്കിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് 24-ാം തീയതി നടക്കുന്ന കലാപരിപാടികളാണ്. പിറ്റേ ദിവസം ഒരനക്കുണ്ടാവില്ല. അപ്പം ഞങ്ങൾ ഈ പരിപാടി കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ പോയിട്ടാ. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം 25-ാം തീയതി എടുത്തൊരു വീഡിയോ ആണിത് കേട്ടോ. അപ്പം ഞങ്ങൾ വന്നേക്കണത് ലൂർദ് പള്ളിയിലേക്കാണ്. അപ്പോൾ ലൂർദ് പള്ളിയിൽ ഇതേപോലെ വലിയ ട്രീ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സോട് കൂടിയ നല്ല ട്രീകളും പിന്നെ കുറേ കുട്ടികളുടെ കാറ്റിസം പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ നക്ഷത്രങ്ങളും ട്രീകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേപോലെ ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പൂക്കളുടെ ഷേപ്പിലുള്ള ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതുകൂടാതെ തന്നെ അവരുടെ സൈഡിൽ, പള്ളികളുടെ സൈഡിലായിട്ട് പുൽക്കൂടും പിന്നെ ഒരു ടേബിളെ പോലെ ക്രിസ്മസ് പാപ്പയുടെ തൊപ്പിയാണ് അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പള്ളിയിലൊക്കെ ആണെങ്കിൽ നിറയെ സ്റ്റാറും മാലാഖയുടെ രൂപങ്ങളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് പാപ്പയുടെ തൊപ്പി കണ്ടില്ലേ, ഇതേപോലെ റെഡ് കളറിൽ നിറയെ മാല ബൾബുകളും പിന്നെ അതിൻ്റെ തുമ്പത്ത് വെള്ള ലൈറ്റൊക്കെ ആയിട്ടാണ് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഗ്ലൂ ഹൗസ് പോലെയാണ് ഈ പ്രാവശ്യം പുൽക്കൂട് ലൂർദ് പള്ളിയിൽ കണ്ടത് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വന്നത് ലത്തീൻ പള്ളിയിലേക്കാണ്, തൃശ്ശൂരത്തെ തിരുഹൃദയ ലത്തീൻ പള്ളിയിൽ. അപ്പോൾ ലത്തീൻ പള്ളിയിൽ ഇതാ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ക്രിസ്മസ് പാപ്പയുടെ കൂടെ കുറേ ഗിഫ്റ്റുകളൊക്കെ വെച്ചിട്ടുള്ള നല്ല അറേഞ്ച്മെൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂടാതെ അവർ കുറേ ടാബ്ലോകളും പിന്നെ ഒരു ജംഗിൾ തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കടക്കണ വഴി തന്നെ ആനകളുടെ രൂപങ്ങളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരാന കണ്ണടയ്ക്കലും തുറക്കലും
പിന്നെ ഇങ്ങനെ നല്ല ജീവനുള്ള പോലെ തന്നെ, പക്ഷേ അവരത് സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ്. ശബ്ദമാണെങ്കിലും എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, അരയന്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 2 ആനകളും ആയിട്ട് ഫ്രണ്ടിൽ തന്നെ അവരത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സെറ്റ് ചെയ്യുക മാത്രമല്ല, അതിൻ്റെ ശബ്ദവും അടക്കമാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ജംഗിളിൽ വന്നൊരു ഫീലാണ് തോന്നിയത് കേട്ടോ. അതിന് ശേഷം കുറച്ചങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് അവർ ഇതേപോലെ ചുറ്റിനും മാലബൾബൊക്കെ വെച്ചിട്ട് വഴിയിൽ തന്നെ ഇങ്ങനെ ഇറങ്ങി പോണ രീതിയിൽ അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കുറച്ചങ്ങനെ ചുറ്റി നടന്ന് കാണാനുള്ളൊരു സജ്ജീകരണം അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആട്ടിൻകുട്ടികളാണ് കണ്ടത്. അവരിങ്ങനെ പുല്ലിൽ നിന്നിട്ട് പുല്ല് തിന്നണ പോലെ ഒരു ടേബിള് പോലെ വെച്ചേക്കണം. പിന്നെ എന്താ പാമ്പുകൾ, വവ്വാലുകൾ. അപ്പോൾ നമ്മളൊരു ഗുഹ പോലത്തെ ഒരു ഭാഗത്തോടെയാണ് നടന്നു പോകണത് കേട്ടോ. ഇങ്ങനെ കുറച്ചങ്ങോട്ട് നടന്നു പോകണം. നമ്മളിങ്ങനെ ചുറ്റി കാണാനുള്ള പോലെയാണ് അവർ ക്രമീകരിച്ചേക്കണത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പാറ പോലെ അതിൻ്റെ ഉള്ളിൽ വവ്വാലുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അതൊക്കെ കടന്നിട്ട് നമ്മൾ കുറച്ചങ്ങോട്ട് നടക്കണം അപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നടന്ന് വരുമ്പോൾ നമ്മൾ സിംഹത്തിനെ കണ്ടു. പിന്നെ കുറച്ചും കൂടി നടന്ന് 2 സൈഡിലായിട്ട് ഓരോ രൂപങ്ങൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ സമയമെടുത്ത് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അവരെന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണതല്ലോ. നമ്മുടെ മുതലക്കുട്ടനെ കണ്ടു, പിന്നെ നമ്മുടെ ഡ്രാഗൺ, പിന്നെ കഴുകൻ, അങ്ങനെ വലിയ പാമ്പിൻ്റെ തലയാട്ടോ അത് കാണുന്നത്. എന്തോരം സാധനങ്ങളാണ് അവരുണ്ടാക്കി വെച്ചേക്കണത്. കുറേ സമയം എടുത്തിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കണത് കേട്ടോ. പള്ളിയുടെ ഈ ഗ്രൗണ്ടിൽ തന്നെയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ റൗണ്ട് അടിച്ച് കാണാൻ പാകത്തിനുള്ള വഴിയും അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ജിറാഫ് കുട്ടനെയും നമ്മുടെ അരയന്നത്തിന്, കഴുതാനും പുലിനും എല്ലാത്തിനും നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ പള്ളിയുടെ ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ രൂപങ്ങൾ അവരുണ്ടാക്കി വെച്ചു. നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ. അപ്പോൾ അടുത്തതായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് നല്ല ഭംഗിയുള്ള പൂക്കളുടെ ഷേപ്പിലും, പിന്നെ മാനുകൾ, ട്രീകൾ, അങ്ങനെ കുറേ തരം ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്രിസ്മസ് സീസണൊക്കെ നല്ല രസമാണല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാനും പിന്നെ ആ ഒരു ക്രിസ്മസിൻ്റെ ഫീലിങ്ങും ഒക്കെ നല്ല രസമാണ്. അപ്പോൾ ഇതേപോലെ പലതരത്തിലുള്ള ലൈറ്റുകളോട് കൂടിയ ട്രീകളും പിന്നെ മാൻ്റെ ട്രീകളും ഒക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. നിറയെ ആൾക്കാരുണ്ട് കേട്ടോ, നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ ആ വഴി കൂടെ നടന്ന് നീങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ പുൽക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആട്ടിൻകുട്ടികളും പശുക്കുട്ടികളും അങ്ങനെ പിന്നെ സ്നോ ആയിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സ്നോയുടെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പെൻഗ്വിൻസും ട്രീകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം പഞ്ഞി കൊണ്ടാണ് ഇതൊക്കെ ചെയ്ത് വെച്ചേക്കണത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ.
അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെയാണ് പുൽക്കൂട് അവർ ഒരുക്കിയേക്കണത്. അപ്പോൾ ഈ പ്രാവശ്യം ഒരു മഞ്ഞ് കൊണ്ടുള്ളൊരു പുൽക്കൂടാണ് അവർ ഒരുക്കിയേക്കണത്. പഞ്ഞി വെച്ചിട്ട് മഞ്ഞിൻ്റെ ഒരു ഡെക്കറേഷൻ മോഡലാണ് അവർ പുൽക്കൂട് ഒരുക്കിയേക്കണത് കേട്ടോ. അപ്പോൾ ആ പുൽക്കൂട്ടിൽ നമ്മുടെ യേശുവും മാതാവും ഔസേപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ടിട്ട് ആ പള്ളിയിലകത്തേക്ക് കയറി വരികയാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നിറയെ സ്റ്റാറുകളും നല്ല പലതരത്തിലുള്ള സ്റ്റാറുകളൊക്കെ മിന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ അതിൽ കൂടെ വന്നിട്ട് ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ അടുത്തായിട്ട് പുത്തമ്പള്ളിയിലേക്കാണ് പോയത്. അപ്പോൾ പുത്തമ്പള്ളിയിൽ പുൽക്കൂട് ഇതാണ് കേട്ടോ. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവിടെ അപ്പച്ചനും ചേട്ടനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് കുറച്ച് സെൽഫിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇതൊക്കെയാണ് ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.